കുരുവട്ടൂരിലെ കുട്ടിച്ചാത്തൻ്റെ കോളാമ്പിയായ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവി കഴിഞ്ഞ ദിവസം ഈ ഗ്രൂപ്പിൽ ഞാൻ നടത്തിയൊരു വോയിസിൻ്റെ അല്പഭാഗം മാത്രം കേൾപ്പിച്ച് വഞ്ചിക്കുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രഭാഷണം നടത്തുന്നത് കേൾക്കാനിടയായി. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് മഹാന്മാരായ ആളുകളുടെ കഴിവിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പേരോട് ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ആ പേരോട് ഉസ്താദിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? മോശമാക്കണം, പേരോട് ഉസ്താദിനോട് എതിരാകണം. പേരോട് ഉസ്താദ് പറഞ്ഞത് ശരിയല്ല എന്ന് അങ്ങനെ ജനങ്ങളെ മുന്നിൽ പറഞ്ഞുകാണ്ട് ജനങ്ങളെ വഞ്ചിക്കണം. അതിനു വേണ്ടിയിട്ട് നിരന്തരം പേരോട് ഉസ്താദിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന നൗഷാദ് മൗലവി, പേരോട് ഉസ്താദ് നമ്മൾ വ്യക്തമായിട്ടിവിടെ പഠിപ്പിക്കുന്നു, അള്ളാഹുവാണ് ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിക്കുന്നവൻ, അവന്റെ നിയന്ത്രണത്തിലാണ് മുഴുവൻ കാര്യങ്ങളും ഉള്ളത്. ഇന്നല്ലാഹ ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹുവാണ് ഈ സകലമാന വസ്തുക്കളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ. എന്നാൽ ഈ ഭൂമി ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സകലമാന വസ്തുക്കളെയും സൃഷ്ടിക്കുമ്പോൾ അതിന് ഓരോന്നിനും എന്തുണ്ടാകും? ഒരു വലിയ, ഒരു നബി, അല്ലെങ്കിൽ മറ്റുള്ളത്, ഓരോ കാരണക്കാർ, സബബ്, അല്ലെങ്കിൽ വാസിത്ത, അല്ലെങ്കിൽ നിമിത്തം, അല്ലെങ്കിൽ അവർ മുഖേന കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പടച്ച റബ്ബാണ്. അവനാണ് എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നവൻ. അതിനിടയിൽ ഇതെല്ലാം ഒരു കാരണക്കാരൻ. ഇത് പേരോട് ഉസ്താദ് കൃത്യമായി വിശദീകരിച്ചപ്പോൾ പേരോട് ഉസ്താദിനോട് എതിരാകണം എന്ന അടിസ്ഥാനത്തിൽ നിരന്തരം നൗഷാദ് മൗലവി പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിക്കുന്നതിനെതിരെ ഞാൻ എന്ത് ചെയ്തു? ചില കിതാബിന്റെ ഇബാറത്തുകൾ വിട്ട് ഇവിടെ സംസാരിച്ചിരുന്നു. അത് നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ ആക്കി പ്രചരിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ അതിന്റെ ശേഷം വന്ന എൻ്റെ ഒരു വോയിസിന്റെ അല്പഭാഗം മാത്രം എടുത്ത് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രംഗം ആദ്യം നിങ്ങൾ കേൾപ്പിക്കുകയാണ്. തങ്ങളാണ് ലോകത്തുള്ളതൊക്കെ തരുന്നത് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇവന്റെ മക്കൾക്ക് അത് പിടിച്ചിട്ടില്ല. ഇങ്ങനല്ല ചങ്ങായി നേരത്തെ പറഞ്ഞേ. ഇത് പറഞ്ഞത് എന്താണെന്നറിയോ? ബദരീങ്ങളാണ് രോഗം മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ തന്നെയാണ് രോഗം മാറ്റുന്നത്. ഇതായിരുന്നു എൻ്റെ വിശ്വാസം. ഒരു നബി, ഒരു വലിയ ആരാണോ രോഗം മാറാൻ കാരണമാകുന്നത് അവർ തന്നെയാണ് രോഗം മാറ്റുന്നത് എന്നായിരുന്നു ഈ നേരത്തെ പറഞ്ഞത്. ആ വിശ്വാസത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഈ ഒരു സാധാരണക്കാരനായി കേൾക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം എൻ്റെ പ്രസംഗം കേട്ടാൽ അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താണ്? ഈ രോഗം മാറ്റുക എന്ന് പറയുന്ന ആ സംഗതി സൃഷ്ടിക്കുന്നത് ഈ വലിയാണ്, ഈ നബിയാണ്, ഈ മഹാനാണ് എന്നാണ്. അതുകൊണ്ടാണ് എതിർക്കേണ്ടി വന്നത്. അത് ഇങ്ങനെ പറഞ്ഞത് കേട്ടോക്ക്. എന്നാൽ ഞങ്ങളുടെ വാദങ്ങൾ പറയട്ടെ. അഹ്ലുസുന്നയുടെ വാദം, ബദരീങ്ങൾ രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ ബദരീങ്ങൾ തന്നെ രോഗം മാറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് പറയും ഞങ്ങൾ മുശ്രിക്കാണ്. ഇതായിരുന്നു നൗഷാദ് എൻ്റെ നേരത്തെ വാദം. ഇത് പ്രസംഗിച്ചപ്പോഴാണ് എന്നെ ഗണ്ണിച്ചു എന്ന് മാത്രമല്ല, ഇമാമിങ്ങളുടെ കിതാബിന്റെ ഉദ്ധരണി എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. ഈ ജാതിന് തൊട്ടോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയോ? ഞാൻ ഇത് എൻ്റെ പരിപാടിയിൽ എൻ്റെ വോയിസിന്റെ ഒരു അല്പഭാഗട്ടല്ലോ. ആ വോയിസ് ഞാൻ വിടുന്നതിന്റെ മുമ്പ് മഹാന്മാരുടെ കഴിവിനെ കുറിച്ച്, മഹാന്മാർ അവർ തവജ്ജുഹാവുകയാണ്. അള്ളാഹുവാണ് എല്ലാം ഹൽക്ക് ചെയ്യുന്നത്. ഈജാദ് അള്ളാഹുവിൽ നിന്നാണ്, തഅ്സീർ അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവാണ് ഹൽക്ക് ചെയ്യുന്നത്. മഹാന്മാർ എല്ലാം അള്ളാഹുലേക്ക് തവജ്ജുഹായി നമുക്ക് നേടിത്തരുന്നവരാണ്. അവർ കാരണക്കാരാണ്, അവർ സബബാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടെ വിഷയപ്പതല്ലേ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എന്ത് പറയുന്നു? മഹത്തുക്കൾ മുഴുവനും നിമിത്തമാണ്, കാരണമാണ്, സബബാണ്. അള്ളാഹുവാണ് ഇവിടെ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നവൻ. ഇതല്ലേ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഇതല്ലേ നമ്മളെ പ്രശ്നം? അതിനല്ലേ ഞാൻ ഇബാറത്ത് എൻ്റെ വാദത്തിനെതിരെ കിതാബിന്റെ ഇബാറത്ത് വായിച്ച് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. അതിനെ പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. ഞാൻ അന്ന് വായിച്ച ആ ഭാഗം വീണ്ടും വിട്ടുതരികയാണ്. കൃത്യമായിട്ട് മഹാന്മാരായ ഇമാമികൾ എഴുതി വെച്ചത്, فإذا توجهت أرواحهم إلى الله تعالى في شيء قضاه سبحانه وتعالى وأجراه إكراما لهم. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുലേക്ക് തവജ്ജുഹായി കഴിഞ്ഞാൽ അവരാദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും. വഹാദാ മഅനാ ഖൗലി ബഅദിഹിം, ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞൊരു ഇന്ന ലഹുമു തസറുഫ്, അവർക്ക് തസറുഫ് ഉണ്ട്, തദ്ബീർ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഫത്തസറുഫുൽ ഹഖീഖിയ്യു, യഥാർത്ഥ തസറുഫ് എന്ന് പറയുന്നത് അല്ലദീ ഹുവ തഅ്സീറു വൽ ഖൽഖു വൽ ഈജാദു ലില്ലാഹി തആല വഹദ ലാ ശരീക ല. യഥാർത്ഥ തഅ്സീർ, ഹഖീഖിയായ തഅ്സീർ എന്ന് പറയുന്നത് അത് ഖൽഖും ഈജാദും തഅ്സീറുമാണ്. അത് അള്ളാഹുവിനിക്ക് മാത്രമാണ്. ഒരാളും പങ്കുകാരനില്ല. ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ ഒരു വലിയനിക്കോ വലിയ അല്ലാത്ത ഒരാൾക്കോ ഒരാൾക്കും ഒരു തഅ്സീറും ഇവിടെ നടത്താൻ കഴിയില്ല ഒരു വിഷയത്തിലും. ഏതെങ്കിലും ഒരു കുരുവട്ടൂർ വിശ്വസിക്കുന്നു, ഏതെങ്കിലും ഒരു കള്ളത്തൊരീകത്തുകാരൻ വിശ്വസിക്കുന്നു, അന്നലിൽ വലിയ ഒരു വലിയനിക്കുണ്ട്, വലിയ അല്ലാത്തവർക്കുണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു വലിയനിക്ക് അല്ലാത്ത ഒരാൾക്ക് ഒരു തഅ്സീർ ചെയ്യാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിനെ കൊണ്ട് കുഫർ വെച്ചവനാണ്, അവൻ അള്ളാഹുവിനെ നിഷേധിച്ചവനാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ
ഫമൻ തവജ്ജഹ ഇലൈഹിം വതവസ്സല ബിഹിം, ആരെങ്കിലും അല്ലാഹുവിന്റെ ഔലിയാക്കളിലേക്ക് തവജ്ജുഹായാൽ, അവരിലേക്ക് മുന്നിട്ടാൽ, അവരിലേക്ക് ഇസ്തിഗാസ നടത്തിയാൽ, വതവസ്സല ബിഹിം, അവരിലേക്ക് ആരെങ്കിലും അവർക്കൊണ്ട് ആരെങ്കിലും തവസ്സുൽ ചെയ്താൽ, യതഫഇന്നഹും യതവജ്ജഹൂന ഇലല്ലാഹ്, അവർ അല്ലാഹുവിലേക്ക് തവജ്ജുഹാകും. ഫി ഹുസൂലി മത്ലൂബിഹി, ഇദ്ദേഹത്തിന്റെ മത്ലൂബ് കരസ്ഥമാക്കുന്ന വിഷയത്തിൽ അവർ അല്ലാഹുവിലേക്ക് തവജ്ജുഹാകും. ഫതസറുഫുൽ ഹാസിലു മിൻഹും, അപ്പോൾ അവരിൽ നിന്ന് കരസ്ഥമാകുന്ന തസറുഫ് എന്ന് പറയുന്നത് ഹുവ തവജ്ജുഹും ബി അർവാഹിം ഇലല്ലാഹി തആല, അത് അല്ലാഹുവിലേക്ക് ഇവർ അർവാഹുകളെ കൊണ്ട് തവജ്ജുഹാകലാണ്. ജി പറയും, മറുപടി പറയും. അതുകൊണ്ട് ഫതസറുഫുൽ ഹഖീഖിയു ലില്ലാഹി വഹദ, ഹഖീഖിയായ തസറുഫ്, ഹഖീഖിയായ തദ്ബീർ അത് അല്ലാഹുവിനിക്ക് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞാൽ, നീ ഈ മഹാന്മാരായ ഔലിയാക്കൾ, ബദരീങ്ങളാവട്ടെ അതല്ലെങ്കിൽ മറ്റുള്ള മഹാന്മാരാവട്ടെ ആരാവട്ടെ, അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വിശദീകരിക്കുക. ആൺകുട്ടിയാണെങ്കിൽ വിശദീകരിക്കുക. ഇവിടെ നമ്മൾ ഒന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബദരീങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, മുഹീദ്ദീൻ ശൈഖ് തന്നെയാണ് ചെയ്യുന്നത്, CM വലിയുള്ളാഹി തന്നെയാണ് ചെയ്യുന്നത്, തൊള്ളട്ടിട്ട് കാര്യമില്ല ചങ്ങ. എന്താണ് അവർ ചെയ്യുന്ന പണി എന്ന് പറ. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവിടെ? നൗഷാദെ, ഇമാമിങ്ങൾ എഴുതി വെച്ചതായി വായിക്കുന്നത് അന്നൽ മഖ്സൂദ ബിൽ ഇസ്തിആന, നമ്മൾ സഹായം തേടുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അത് മഹാന്മാരായ ഔലിയാക്കളോടാവട്ടെ അല്ലാത്തവരോടാവട്ടെ, നമ്മൾ സഹായം തേടുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് യാ ഇബാദല്ലാഹി ഈനൂനി യാ ഗൗസ് മുഹീദ്ദീൻ അഗ്സിനി എന്ന് തുടങ്ങുന്ന ഏത് ആളോടും, ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടു പോയവരാവട്ടെ, ആരോടാണെങ്കിലും നമ്മൾ ഒരു വിഷയത്തിൽ സഹായം തേടുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമാ ഹുവല്ലാഹു തആല, അവിടെ അത് അല്ലാഹു മാത്രമാണ്. ആ സഹായം നമുക്ക് ചെയ്തു തരാൻ അർഹൻ അല്ലാഹു മാത്രമാണ്. വൈൻ ഹസലത്ത് ബിൽ ഗൈരി സൂറത്തൻ, രൂപത്തിൽ നമുക്ക് മറ്റൊരാളെ കൊണ്ടാണ് കരസ്ഥമാകുന്നത് എന്നാലും ശരി, കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും, വേറെ ആളായിരിക്കും നമ്മളെ സഹായിക്കുന്നത്, ഡോക്ടറായിരിക്കും സഹായിക്കുന്നത്, മരുന്നായിരിക്കും നമ്മളെ സഹായിക്കുന്നത്, അതിൽ വേറെ വ്യക്തികളായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. സഹരൂപത്തിൽ നമുക്ക് ചിലപ്പോൾ കരസ്ഥമാകുന്ന മറ്റേ ആണെങ്കിലും യാ ഫുലാൻ, എത്രത്തോളം ഒരു മഹാൻ, ഏതൊരു വ്യക്തിയും അദ്ദേഹം പറയാണ് യാ ഫുലാൻ, ഓ മഹാനെ, അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഡോക്ടറെ, എന്താണെങ്കിലും ശരി, യാ ഫുലാൻ അഇന്നി, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ബിമൻസിലതി യാ അല്ലാഹ്, ഏത് സ്ഥാനത്താണത്? യാ അല്ലാഹ് പടച്ചോനെ, അഇന്നി ബിവാസിതതി ഫുലാൻ, ഇന്നാൽ ഇന്ന വ്യക്തി കാരണമായിട്ട്, അദ്ദേഹം മധ്യവർത്തിയായിട്ട് ഈ ഭാഗം നൗഷാദ് തൊട്ടതേ അല്ല. എന്നിട്ട് നൗഷാദ് എന്ത് ചെയ്തു? ഇതിന്റെ ശേഷം പിന്നീട് ഞാൻ ഈ ഗ്രൂപ്പിൽ വിട്ടൊരു വോയിസ്, ഈ ഗ്രൂപ്പിൽ വിട്ടൊരു വോയിസ്, ഇത് നൗഷാദ് കാണാഞ്ഞിട്ടല്ലോ, അറിയാഞ്ഞിട്ടല്ലോ, ഇത് തൊട്ടില്ലെന്ന് മാത്രമല്ല, പിന്നീട് ഇതിൽ വന്നൊരു വോയിസ്, അതിൽ പറഞ്ഞ ആ വോയിസിന്റെ ചില ഭാഗങ്ങൾ ഈ ഇതിലുണ്ട്. ഇതിന്റെ മുമ്പുള്ള ഈ ഞാൻ വിട്ട ഈ ക്ലിപ്പിന്റെ മുന്നേ ഞാൻ പറയുന്നുണ്ട്, അതൊന്നും നൗഷാദ് എടുത്തില്ല. എന്നിട്ട് അതിന്റെ ശേഷം പിന്നീട് വന്നൊരു വോയിസിന്റെ അല്പഭാഗം എടുത്താണ് നൗഷാദ് കേൾപ്പിക്കുന്ന ഭാഗം കേട്ടു. ഇന്നലെ ഒരു ചങ്ങാതി വന്നിട്ട് പറയാ, നമ്മളെ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ സ്വലാത്തൊക്കെ ചൊല്ലിപ്പിച്ചിട്ട് ഹബീബായ തങ്ങളാണ് തരുന്നതെന്ന് പറയുന്നുണ്ട്, എന്തൊരു കഷ്ടം, ഒക്കെ റസൂലാ തരുന്നതെന്നാണ് ഇത്ര ഓലെ വിശ്വാസം. അപ്പൊ അള്ളാഹ്ക്ക് എന്താ പണിയും? ഒരു ബിരുദധാരിയായ ഇയാളെ സ്വയം ശിഷ്യൻ ചോദിക്കുകയാണ്. ആ ചോദ്യം ഒന്ന് ജസ്റ്റ് കൽപ്പിച്ചു കൊടുക്കുക. ഈ നൗഷാദ് ഒക്കെ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ഈമാൻ വ്യാപിക്കുകയാണ് പഹയൻ, കള്ളൻ. ഈ സാധുക്കൾ എന്താണ് മനസ്സിലാക്കി വെക്കണത്? ഇതൊക്കെ നബിതങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, ബദരീങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്നാണ്ട് പറഞ്ഞാണ്ട് ഒച്ചപ്പാട് ഉണ്ടാക്കും ചെയ്യും. എന്നിട്ട് 4 ത്വാഹ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് റസൂലുള്ളാഹി എന്നൊക്കെ പറഞ്ഞാണ്ട് 4 സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ 4 സ്വലാത്താണ്ട് ചെല്ലിപ്പിച്ചിട്ട് പറയും ഒക്കെ നബിതങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നബിതങ്ങൾക്ക് അല്ലാഹു എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയും. നൗഷാദിനോട് ചോദിക്കുക, ഇതൊക്കെ പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഒക്കെ നബിതങ്ങളാണ് ചെയ്യുന്നത്, എല്ലാ നബിതങ്ങൾക്കാണ് ഏൽപ്പിച്ചത്, പിന്നെ അള്ളാഹ് കത്ത പണി? അല്ലെങ്കിൽ അതൊന്നും വിശദീകരിച്ച അള്ളാഹുവിന് എന്താണ് പണി എന്ന് പറയും. നോക്കൂ നിങ്ങൾ, കുരുവട്ടൂരുടെ സ്വലാത്ത് ചെല്ലിപ്പിക്കണതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ആ സ്വലാത്തും ഇങ്ങോട്ട് ചെല്ലിപ്പിച്ചിട്ട് ഒച്ചപ്പാട്ടും നായാട്ടും ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവന്റെ ഈ തെറ്റായ ആശയങ്ങൾ സമൂഹ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് അവർ മനസ്സിലേക്കാണ് ഇട്ട് കൊടുക്കുക. ഇത് എന്തോ വലിയൊരു സംഗതിയാണ് എന്ന് തോന്നിപ്പിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, നബിത്തങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം നടപ്പിലാക്കുന്നത്, ബദരീങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുന്നത് എങ്കിൽ, ഞാനിപ്പോ സാധാരണ നമ്മൾ മലപ്പുറം ഭാഷയിൽ അപ്പൊ നമ്മൾ ചോദിക്കുന്നത് പടച്ചോനെ ഇവിടെ എന്താ പണി? ആ ഭാഷയാണ് എന്റെ പ്രശ്നം. മാറ്റിക്കാളെ അള്ളാഹു പിന്നെ എന്താണ് അവിടെ നടപ്പിലാക്കുന്നത്? അള്ളാഹുവിന്റെ അമൽ, അള്ളാഹുവിന്റെ പ്രവർത്തനം പിന്നെ അവിടെ എന്താണ്? ഞാൻ ചോദിച്ച ആ ചോദ്യത്തിന് അള്ളാഹുവിന് എന്താണ് പണി എന്നുള്ള ആ ഭാഷ, അതാണ് എന്റെ പ്രശ്നം. എന്നാ മാറ്റിക്കാടാ, ഞങ്ങളെ സ്ഥിരമാണ് മാറ്റിക്കാടാ. ഞങ്ങൾ സാധാരണ എന്ത് പറയും, എന്താ പിന്നെ അവിടെ മൂപ്പർക്ക് പിന്നെ എന്താണ് പണി? സാധാരണ നമ്മൾ ചോദിക്കണതാണ്. ആ ഭാഷ ഒഴിവാക്കിക്കാണ്. അള്ളാഹു പിന്നെ അവിടെ എന്താണ് ചെയ്യണത്? അതൊന്ന് വിശദീകരിച്ചാൽ മതി. അതാണ് എന്നോട് ചോദിച്ചത്. എന്നിട്ട് ഞാൻ തന്നെ ചെയ്തിട്ട് ഈ വോയിസിന്റെ പിന്നീട് അടുത്ത ഭാഗത്ത് ഞാൻ എന്താ ചെയ്യുന്നുണ്ട്, കൃത്യമായ ആ ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഇതൊരിക്കലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താഴ്ത്തലല്ലോ, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് അള്ളാഹു ഉന്നതമായ പദവി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ശേഷമുള്ള ഭാഗം ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ആ വോയിസിന്റെ ശേഷം തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് ആ ശേഷമുള്ള ഭാഗം കൂടി കേൾപ്പിച്ചിട്ട് ഈ വിഷയങ്ങളും വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ, എന്റെ ചോദ്യത്തിന് മറുപടി പറയായിരുന്നെങ്കിൽ എന്ത് പറ്റും? കൃത്യമായി കാര്യങ്ങളോട് ബോധ്യപ്പെടൂലേ? അതൊന്നും കേൾപ്പിച്ചില്ല. കേൾപ്പിക്കാതെ ഇത് മാത്രം കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു. അതുകൊണ്ട് ഇതിന്റെ ശേഷമുള്ള ഭാഗം കൂടി ഞാൻ കേൾപ്പിക്കുക.
ഓക്കെ നബിതങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നതും എല്ലാ നബിതങ്ങൾ തന്നെയാണ് നിങ്ങൾ പറയുമ്പോൾ അള്ളാഹ് എത്താ പണി എന്ന് പറയണം. ഞങ്ങളൊക്കെ ചോദിച്ചാൽ യുദ്ധം ചെയ്ത് വലിയ സംഭവം കണ്ടോ? നബിതങ്ങൾ കുറവാക്കി റസൂലിനെ കുറവാക്കലല്ല. നബിതങ്ങൾക്ക് അള്ളാഹു ഉന്നതമായ അധികാര പദവി നൽകിയിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇടപെടാനും ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാനും എല്ലാത്തിനും പടച്ച റബ്ബ് അധികാരം നൽകിയിട്ടുണ്ട്. ഇജി പറയും എന്റെ വാദപ്രകാരം പിന്നെ അള്ളാഹ്ക്കത്ത പണി എന്ന് പറഞ്ഞ അപ്പൊ ആ വിഷയം സൃഷ്ടിക്കലാണ്. മഴയെ ആ സൃഷ്ടിക്കല് അതാണ് അള്ളാഹ്ക്കുള്ള പണി. രോഗം ഒരാൾക്ക് ശിഫയാക്കല് അതാണ് അള്ളാഹ്ക്കുള്ള പണി. വിരലുകൾക്കിടയിൽ വെള്ളം വരുത്തൽ അതാണ് അള്ളാഹ്ക്കുള്ള പണി. കണ്ണ് യഥാസ്ഥാനത്ത് വെക്കുമ്പോൾ ആ വെക്കുന്നത് അവിടെ രോഗം കണ്ട് ശിഫയാക്കൽ അതാണ് ഹൽക്ക് അതാക്കണം അള്ളാഹ്ക്കുള്ള പണി ഒക്കെ ഇങ്ങനെ പറഞ്ഞോ. അപ്പൊ ചോദിക്കാണ് അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പിന്നെ ഏൽപ്പിക്കപ്പെട്ട്? ഇതൊക്കെ അതാണ് ചെയ്യുന്നത്. നബിതങ്ങൾക്ക് എന്താ ഏൽപ്പിക്കപ്പെട്ട്? അത് ജനങ്ങൾക്ക് ശരിക്കും വിശദീകരിച്ചു കൊടുക്കുക. ഇത് അന്റെ മുന്നിലിരിക്കുന്ന അനുയായികൾ ഉണ്ടല്ലോ, ആ പോട്ടന്മാര് അത് നിങ്ങൾ വിചാരിക്കുന്നത് ഒക്കെ നബിതങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കണമെന്ന് വിചാരിച്ചു കൊടുക്കുക. ഒക്കെ നബിതങ്ങൾ തന്നെയാണ്, എല്ലാ നബിതങ്ങൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത് മുഴുവനും അഭിപ്രായ തങ്ങൾ തന്നെയാണ്, ബദരീങ്ങൾ തന്നെയാണ്, അമൃതങ്ങൾ പാപ്പനെ മൊയ്തുശേഖരൻ തന്നെയാണ്, ശിവതൊക്കെ തന്നെയാണ് നിങ്ങൾ പറയുമ്പോൾ അവിടെ ചോദ്യമാണ്. പിന്നെ അവിടെ എന്താണ് പടച്ചോൻ ചെയ്യുന്നത്? അപ്പോൾ പടച്ചോൻ എന്താണ് ചെയ്യുന്നത്? നബിനത്തെ മഹമ്മദ് പിന്നത്തെ പണി അത് വിശദീകരിച്ചു കൊടുക്കുന്ന അവസരം ഓൾക്ക് പിന്നെ എന്താണ് പണി? ഓല എന്താ അവിടെ ചെയ്യുന്നത്? ഓല പരിപാടി എന്താണ്? അത് പറയും. അപ്പോഴല്ലേ രണ്ടുകൂടി തീരുമാനം. അപ്പോൾ നേരെ കണ്ടു വരും. അത് എന്താണ് ഓൾക്ക് ഏൽപ്പിക്കപ്പെട്ട, ഓൾക്ക് എന്താ കൊടുത്ത്, ഓൾക്ക് എന്താ ഉള്ളത്, ഓൾ എന്താണ് അവിടെ ചെയ്യുന്നത്, പടച്ചോൻ എന്താ ചെയ്യുന്നത്, ഓരോന്ന് കൃത്യമായിട്ട് ഒരു സാധാരണക്കാർക്ക് ഇത് കുട്ടിക്ക് മനസ്സിലായ രൂപത്തിൽ വിശദീകരിക്കും. അപ്പൊ ഒക്കെ ക്ലിയർ ആവും. ഇത് നോക്കി ഞാൻ എത്ര കൃത്യമായിട്ട് അതിന്റെ ശേഷം പറയുന്നുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇവിടത്തേക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിത്തരാൻ നമുക്ക് ഈ ലോകത്തുള്ള നിഅമത്തുകൾ മുഴുവനും നമ്മൾക്ക് ലഭിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ അവിടത്തേക്ക് ഉന്നതമായ പദവിയുള്ളവരാണ്. അള്ളാഹു ഉന്നതമായ അധികാരം ഏറ്റവും വലിയ മഖാമിലേക്ക്, ഏറ്റവും വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയവരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഈ കള്ളൻ ഇവിടെ വെട്ടി മുറിച്ചിട്ട് ഈ ഭാഗം മാറ്റിയിട്ട് ചോദ്യത്തിന്റെ യഥാർത്ഥ വശങ്ങൾ മാറ്റിയിട്ട് അതിന്റെ മുമ്പത്തെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ജനങ്ങളെ പറ്റിച്ചു. കള്ളനാണ് ഇവൻ, കാട്ടുകള്ളൻ. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇനി ഇവൻ ഇതിനൊരു മറുപടി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ കിതാബ് എടുത്തിട്ട് ആ ഭാഗം നിങ്ങൾ കേൾപ്പിക്കും. പഠിച്ചോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഖലീഫയാണ്. ഫീ ജമീഇ ശുഊനിഹി, അല്ലാഹുവിന്റെ എല്ലാ കാര്യത്തിലും. എന്നിട്ട് പറയാ, കേട്ടോ ബാക്കി, ഫകുല്ലു മാ ളഹറ ഫീ ഹാദൽ ആലം, ഈ ലോകത്ത് പ്രകടമായ മുഴുവനും, ഫഇന്നമാ യുഅതീഹി, ലോകത്തുള്ള സർവ്വതും ലോകർക്ക് കൊടുക്കുന്നത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ ബിയദിഹിൽ മഫാതീഹ്, ആ ഹബീബായ തങ്ങളെ കൈകളിലാണ് ചാവികളുള്ളത്. ആരാ ഫലാ യഖ്റുജു മിൻഹാ ശൈ, ഒരു വസ്തുവും വരൂല ഇല്ലാ അലാ യദൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കരങ്ങളിലൂടെയല്ലാതെ. ഇത് പഠിപ്പിച്ച കിതാബാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ. അല്ല നൗഷാദെ, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഈ ഇബാറത്ത് എങ്ങനെ തെളിവാകുക? ഈ ഇബാറത്ത് കട്ടു, ഈ ഇബാറത്ത് വായിക്കുമ്പോൾ പലതും കട്ടു. ഞാൻ ആ ഇബാറത്ത് പെടട്ടുകയാണ്, എന്നിട്ട് നമുക്ക് നോക്കാം. നൗഷാദ് വായിച്ചല്ലോ, ബിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്ബാദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ ഖലീഫത്തുൽ അഅ്ലം അനില്ലാഹി തആല ഫീ ജമീഇ ശുഊനിഹി ലാ സിയമാ മഖാമു ഖിസ്മത്തിൽ അർസാഖി വൽ ഉലൂമി വൽ മആരിഫ് വ തുആത്ത്. എന്താ വിശദീകരിക്കാനത്? പ്രത്യേകിച്ച് റിസ്ക് പിന്നെ വീതം വെച്ച് നൽകുന്നതിൽ, ഇൽമുകൾ വീതം വെച്ച് നൽകുന്ന മആരിഫത്തുകൾ, തുആത്തുകൾ, ഇതൊക്കെ വീതം വെച്ച് നൽകുന്ന സ്ഥാനം പ്രത്യേകിച്ച് ആ വീതം വെച്ച് നൽകുക എന്നുള്ള വിഷയം എന്തേ വിശദീകരിച്ചു കൊടുക്കാതിരുന്നത്? അത് കട്ടതല്ലേ? അത് വിശദീകരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ ശേഷമുള്ള ഹദീസ് വമിൻ സമ്മ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹദീസ് സ്വഹീഹ് അയ്ളൻ ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി. എന്താ വിശദീകരിച്ചു കൊടുക്കാഞ്ഞേ? നിശ്ചയമായിട്ടും ഞാനാണ് വീതം വെച്ച് നൽകുന്നവൻ, അള്ളാഹു ആണ് കൊടുക്കുന്നവൻ. ഇത് വായിച്ചോ, അർത്ഥം വെച്ചോ? അത് വായിച്ച അർത്ഥം വെച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രശ്നം തീരൂലേനോ? ഈ കാരണം കൊണ്ടാണ് അദ്ദു മിൻ ഖസാഇസി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു യുഅതി, ഞാൻ വിതരണം ചെയ്യുന്നവനാണ്, അള്ളാഹുവാണ് കൊടുക്കുന്നവൻ. അത് കാരണം കൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖസായിസിന്റെ കൂട്ടത്തിൽ അവരെ എണ്ണിയത് അന്നഹു ഉഅതിയ മഫാത്തിഹുൽ ഖസായിൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾക്ക് എല്ലാ ഖസാനികളുടെ താക്കോലുകൾ നബി തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ടാണ്. നബി തങ്ങൾ വീതം വെച്ച് നൽകുന്നുണ്ട് എന്നതുകൊണ്ടാണ്. എന്താ അത് മിണ്ടാതിരുന്നത്? ഞാൻ ശേഷം വായിച്ചു, അതിനുശേഷമുള്ള ഒരുപാട് വിട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വായിച്ചത് അപ്പൊ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വെളിവാകുന്ന കാര്യങ്ങൾ മുഴുവനും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിലല്ലേ താക്കോൽ. അപ്പൊ നബി തങ്ങളാണ് നൽകുന്നത്. ഗൈബ് സംബന്ധമായ ഒരു വിഷയമാണ്.
ആക്കി എല്ലാ നബിതങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുമ്പോൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എതിർപ്പാടെ നിൽക്കട്ടെ, ഈ വിഷയം മാറ്റി കൊണ്ടുപോകുന്നുള്ളതോടെ നമുക്ക് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. എതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇജ്ജ് വായിച്ച ഈ ഭാഗത്തില്ലേ, ഫലാ യഖ്റുജു മിൻഹാ ഷൈഉൻ, ഒരു വസ്തു എന്ത് ചെയ്യുന്നില്ല, പുറപ്പെടുന്നില്ല, ഇല്ലാ അലാ യദൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കൈകളിലൂടെയല്ലാതെ, നബി തങ്ങളുടെ കൈകളിലൂടെയല്ലാതെ, നബി തങ്ങളിലൂടെ പുറപ്പെടുന്നു. ആരാ പുറപ്പെടുവിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറപ്പെടുവിക്കുന്നു. നബി തങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നല്ല പറയാം, നബി തങ്ങളുടെ കരങ്ങളിലൂടെ. ചങ്ങായി അങ്ങനെ അർത്ഥം ഈ അർത്ഥം വെച്ചില്ല, ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കണ്ടേ? നബി തങ്ങളുടെ കൈകളിലൂടെ ആര് പുറപ്പെടുവിക്കുന്നു? അള്ളാഹു പുറപ്പെടുവിച്ചു കൊടുക്കുന്നു. എങ്ങനെ എന്താ ചെയ്ത് വിശദീകരിച്ചു കൊടുക്കാൻ അതിരുന്നത്? ഇനി എല്ലാം നബിതങ്ങൾക്കാണ് നൽകപ്പെട്ടു, എല്ലാം നബിതങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വിശ്വാസം തന്നെ നബിതങ്ങളിലൂടെയാണ് ലോകത്തുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും, ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഗതികളും. ഒരു ഉറുമ്പരിക്കുന്നുണ്ടെങ്കിൽ ആ ഉറുമ്പിന് നടക്കാനുള്ള ചലനം പോലും അതെല്ലാം ലഭിക്കുന്ന, അങ്ങനെ ഓരോ അണുവിനും ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നടക്കുന്നത്. നബി തങ്ങൾ കാരണമാണ്, നബി തങ്ങൾ കാരണം, നബി തങ്ങളിലൂടെയാണ് അള്ളാഹു ഇവിടെ സൃഷ്ടിക്കുന്നത്, നബി തങ്ങളാണ് അതിന് നിമിത്തമാകുന്നത്, കാരണമാണ്. ഇതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഇബാറത്തുണ്ട്, ഞാൻ ഇബാറത്തോടെ വിട്ടേ. ഫലം തമുസ്സ ബിനാ നിഅമത്തുൻ ളഹറത് വലാ ബതനത് നിന്നാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ വദുനിയ, ദീനിയായിട്ടോ ദുനിയവിയായിട്ടോ നമ്മൾക്ക് ലഭിച്ചതായ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ എന്തെങ്കിലും ഒന്ന് ആ ഒരു നിഅമത്തും നമുക്ക് ലഭിച്ചിട്ടില്ല. ഔ ദുഫഅ ബിഹാ, അല്ലെങ്കിൽ ആ നിഅമത്ത് കാരണമായിട്ട് തട്ടപ്പെട്ടു പോയി, അന്നാ നമ്മളെ തൊട്ട് മക്റൂഹുൻ ഫീഹിമാ, ദീനിയോ ദുനിയവിയായിട്ടോ ഔ ഫീ വാഹിദി മിൻഹുമാ, അല്ലെങ്കിൽ ഒന്നുകിൽ ദീനിയെ അല്ലെങ്കിൽ ദുനിയവിയെ ആയിട്ട് ഏതെങ്കിലും ഒന്നിലോ ആയിട്ട് എന്തെങ്കിലും നമുക്ക് വെറുക്കപ്പെട്ട എന്തെങ്കിലും കാരണങ്ങൾ ആ നിയമത്ത് കാരണമായിട്ട് തട്ടിപ്പോയി. ഇല്ലാ മുഹമ്മദും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ അതിന്റെ കാരണമായിട്ടല്ലാതെ. അപ്പൊ നിഅമത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ നിഅമത്ത് കാരണമായി എന്തെങ്കിലും മക്റൂഹാത്തുകൾ തട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു അതെല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം അതിനെല്ലാം കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളാണ്. അതാണ് ഞങ്ങൾ അഹ്ലു സുന്നയുടെ വിശ്വാസം, നബി തങ്ങൾ കാരണമാണ്. അനക്ക് എവിടുന്ന് കിട്ടിയടോ ഇത്? അന്റെ ഈ വാദം ഒക്കെ അത് എല്ലാം ചെയ്യുന്നത് അവർ തന്നെയാണ്. ഈ ഒരു വാദം എനിക്ക് എവിടുന്ന് കിട്ടിയതാ? അത് ഈ സമൂഹത്തോട് പറയണം, അല്ലെങ്കിൽ എന്താണ് എന്റെ കൃത്യമായ വാദം അത് പറയും. ഇനി ഈ ചങ്ങാതി വായിച്ച് ബഹുമാനപ്പെട്ട നമ്മളെ ഇമാമാകുന്ന ഇബ്നു ഹജർ റഹിമഹുല്ല, അത് ഞങ്ങളെ ഇമാമാണോ ഇബ്നു ഹജർ റഹിമഹുല്ല? ആ ഇബ്നു ഹജർ റഹിമഹുല്ലയുടെ കിതാബിന്റെ കുറച്ച് മുമ്പത്തെ ഒരു പേജ് എടുത്ത് നോക്കിയാണെങ്കിൽ ഈ ചങ്ങായി എന്താ പറയാ, ഞാൻ വിട്ടുതരാം. ഇത് കണ്ടോ, ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല നമ്മളെ ഇമാമാ, അഹ്ലു സുന്നയുടെ ഇമാമ. നൗഷാദിന്റെ വാദം എന്താ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ഒരു നബിയാവട്ടെ വലിയ എല്ലാം അങ്ങോട്ട് കൊടുത്തേൽപ്പിച്ച ഒരു മൊബൈൽ കൊടുത്തതുപോലെ ഈ സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും എല്ലാം അവർ തന്നെയാണ് എന്ന് പറഞ്ഞ കൊടുക്കലാവോ എന്നൊക്കെ എന്റെ വാദം. ഒക്കെ അങ്ങോട്ട് കൊടുത്തി ഏൽപ്പിച്ചൊക്കെയാണെന്നാ ഏത് നൗഷാദ് പറയുന്നത്. എങ്കിൽ ഈ വാദത്തിന് ഒന്ന് അർത്ഥം വെച്ചാ ഒന്ന് അർത്ഥം വെക്ക്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ പോകുന്ന സമയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയാർ തങ്ങളെ മടിയിൽ തല വെച്ച് കടന്നുറങ്ങുകയാണ്. ആ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങുന്ന സമയം ഉറങ്ങിപ്പോയി. അങ്ങനെ പെട്ടെന്ന് ഉണർന്നപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ സ്വല്ലല്ലാ സ്വറ അസർ നിസ്കരിച്ചോ? അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്. അല്ലല്ല, ഇല്ല നിസ്കരിച്ചിട്ടില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്തു നബി തങ്ങൾ, അയ്യറുദ്ദഹ അലൈഹി, സൂര്യനെ മടക്കി കൊണ്ടുവരാൻ. എന്താ എനിക്ക് പറയാം? നബി തങ്ങൾ ദുആ ചെയ്തു. ഇപ്പൊ ഈ ദുആ ചെയ്തതിന് മുമ്പ് മജീദ് ഹസൻ ഉസ്താദിനോട് പറഞ്ഞിട്ട് ബിൽക്കിസ് രാജിന്റെ കൊട്ടാരം കൊണ്ടുവരുമ്പോൾ അവിടെ ദുആ എവിടെയെന്ന് വെച്ചിട്ടുണ്ട്. ഈ ദുആ ചെയ്ത ദുആ സമ്മാനം എന്റെ വിചാരം ദുആ നടത്തിയ ഒരു ദുആ സമ്മാനം ഹംദും സലാത്തും ദിക്റും സ്വലാത്തൊക്കെ പാടെ ചെല്ലിക്കാട് ദുആ സമ്മാനം നടത്തി വിചാരിച്ചാൽ കുത്തിർക്കണ്ട ജി. അതൊക്കെ ചെങ്ങായി ഒരു ലഹ്ലത്ത് വേണ്ട, ഒരു മൈക്രോ സെക്കൻഡ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് തവജ്ജുഹ് എന്ന ഒരു മൈക്രോ സെക്കൻഡ്, അത് അത് ആ സെക്കൻഡിന്റെ കാര്യം, മൈക്രോ സെക്കൻഡുകൾ അതിനേക്കാൾ കുറഞ്ഞൊരു സമയം. ആ സമയം കൊണ്ട് എന്ത് ചെയ്യാണ്? ഇവിടെ എല്ലാം നടക്കുകയാണ്. അള്ളാഹുവിനായിട്ടുള്ള മുനാജാത്ത്, ആ തവജ്ജുഹും ആ ദുആയും അള്ളാഹു മടക്കിക്കൊണ്ടല്ലോ ഒക്കെ നടക്കുകയാണ് ചങ്ങാതി. അത് ഈ മടക്കി കൊണ്ടുവരുമ്പോ ആ സൂര്യനെ മടക്കുന്നത് ആരാണ്? അത് അള്ളാഹ് സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ആരാണ് കാരണം? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇജ്ജ് പറഞ്ഞ അവിടെ മറുപടി ഇതിനൊന്ന് അടുത്ത് പിടിച്ചോ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ എന്ത് ചോദിക്കുകയാണ്? നബി തങ്ങളോട് ചോദിക്കുകയാണ് ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കാൻ. ശത്രുക്കൾ ഇവർക്ക് എന്താണ്? സൂര്യൻ രണ്ട് പിളർപ്പായിട്ട് ഇങ്ങനെ കാണണം. നബി തങ്ങൾ പടച്ച റബ്ബിനോട് ചോദിച്ചു. അപ്രകാരം രണ്ട് പിളർപ്പായി. ആരാ പിളർപ്പാക്കിയത്? അള്ളാഹു പിളർത്തി. നബി തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു പിളർത്തി കൊടുത്തു. ഇതൊന്ന് പറഞ്ഞവിടെ, ഇതൊന്ന് അർത്ഥം വെച്ച ഈ ഭാഗത്തൊന്ന്.
ഞങ്ങളെ വാദം അതാണോ? നബി തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളിൽ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇടപെടാനുള്ള ഉന്നതമായ മഖാമ്, അധികാരം, ഉന്നതമായ സ്ഥാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ലോകത്തുള്ള സകലമായ വസ്തുക്കളിൽ ഇടപെടാനുള്ള അധികാരം അല്ലാഹു നൽകിയിട്ടുണ്ട്. അല്ലാഹു അത് അപ്പോൾ ഓരോ കാര്യങ്ങളും ഹബീബായ തങ്ങളിലൂടെ പടച്ചറബോടെ സൃഷ്ടിക്കുന്നു. ഇതാണോ അഹ്ലുസുന്നയുടെ വിശ്വാസം? അല്ലെങ്കിൽ ഇജ്ജ് പറയാം അല്ലാന്ന്. ഇനി സാധാരണക്കാരായ ആളുകളോട് പറയാണ്, നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു മഹാന്മാരായ ആളുകൾ, അവർ ഇവിടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്നതിന് ഒരു അല്ലാഹു സൃഷ്ടിക്കുന്നതിന് കാരണക്കാരാണ്, ഒരു സബബാണ്, അത് നിമിത്തമാണ്. അള്ളാഹുവാണ് കാര്യങ്ങൾ ഇവിടെ നടപ്പിൽ സൃഷ്ടിക്കുന്നത്. ഒരാളുടെ കൈയിൽ ഒരു മുറിവ് പറ്റി, അല്ലെങ്കിൽ ഒരു രോഗം, എന്തെങ്കിലും കൈന് കഴിഞ്ഞു, അല്ലെങ്കിൽ രോഗം ബാധിച്ചു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു വലിയന്റെ കരങ്ങളെ കൊണ്ട് അവിടെ ഇങ്ങനെ തടവുന്നു. സാധാരണഗതിയിൽ ഒരു തടവിൽ ഒരാൾ കൈയോട് തടവി രോഗം മാറണമെന്നില്ല. പക്ഷെ ഇത് ഹർക്കുൽ ആദത്താണ്, സാധാരണക്ക് വിപരീതമാണ്. ആ തടവുന്നത് കാരണമായിട്ട്, ആ ഷറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് തടവുന്നത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്ത് ചെയ്യുന്നു? രോഗം മാറ്റി കൊടുക്കുന്നു. നബി തങ്ങൾ ഷറഫാക്കപ്പെട്ട അവിടുത്തെ ഉമനീര് പുരട്ടിയിട്ട് കണ്ണവിടെ വെക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച തിരിച്ചു കൊടുക്കുന്നു. എല്ലാത്തിനും കാരണം ഹബീബായ തങ്ങളാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയാണ്, ഒരു മഹാനാണ്. എല്ലാത്തിനും കാരണം അവരിലൂടെ അള്ളാഹുവാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഇതല്ലേ അഹ്ലുസുന്നയുടെ വിശ്വാസം? ഇത്ര കാലം വരെയുള്ള ഇമാമിങ്ങൾ അതല്ലേ ഇവിടെ പഠിപ്പിച്ചത്? അതൊക്കെ മാറിക്കൊണ്ട് ഇവർ തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്ന് പറയുമ്പോൾ അന്നോട് ചോദിക്കുകയാണ്, ചങ്ങാതി, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ്? ഒരു വിഷയം നടക്കില്ല, ഒരു രോഗം മാറുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതാണ് എന്നോട് ചോദിച്ചത്. അതിനാണ് നീ മറുപടി പറയേണ്ടത്. ഒരു വിഷയം ഇവിടെ നടക്കുമ്പോൾ രോഗം മാറുകയാണ് എങ്കിൽ രോഗം മാറ്റുക എന്നുള്ള ആ കാര്യം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. ആ രോഗം മാറുക എന്ന കാര്യം സൃഷ്ടിക്കുന്നതിന് ഒരു കാരണമാകുന്നത് ഈ വലിയന്റെ, ഈ നബിയുടെ, ഈ മഹാന്റെ തിരുനോട്ടമായിരിക്കാം, അവിടുത്തെ സ്പർശനമായിരിക്കാം, യഖ്ലത്തിനോ മനാമിനുള്ള സ്പർശനമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലുള്ള ആത്മീയമായ അവരുടെ നിയന്ത്രണങ്ങളെ കൊണ്ട് അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളായിരിക്കാം. അതിലൂടെ അള്ളാഹു ഇവിടെ രോഗം സുഖപ്പെടുത്തുന്നു. ഇവർ കാരണക്കാരാവുന്നു. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഇതിനപ്പുറത്തേക്ക് വല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അതാണ് എന്നോട് ചോദിക്കുന്നത്. തൊള്ളട്ടോട് കാര്യമല്ല, ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. 10 സ്വലാത്ത് ചെല്ലിപ്പിച്ച് സ്വലാത്തില്ലല്ലോ കൂലിയിട്ടൊന്നല്ലാതെ വിഷയം ഇവിടെ സ്ഥിരപ്പെടൂല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്ക്. എന്താണ് ഇവിടെ നടക്കുന്നത്? അള്ളാഹു അല്ല ഇവിടെ സൃഷ്ടിക്കുന്നത്. അള്ളാഹുവാണ് ആ കാര്യം സൃഷ്ടിക്കുന്നത് എങ്കിൽ പിന്നെ നബിമാർ, വലിയ ഔലിയാക്കൾ, ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്ത്? അതല്ലേ സമൂഹത്തോട് വിശദീകരിച്ചു കൊടുക്കേണ്ടത്? സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അതൊന്നുമില്ലാതെ തൊള്ളിയും കൂടി നായാട്ടുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ നൗഷാദെ? സമൂഹത്തിന്റെ ഈമാനല്ലേ സംരക്ഷിക്കേണ്ടത്? അതുകൊണ്ട് യഥാർത്ഥമായ ഹഖീഖത്തിന് ഇവിടെ നടക്കുന്ന സംഗതികൾ എന്ത്? അത് പറ. അത് സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഞാൻ മുകളിൽ വിട്ട 2 ഇബാറത്ത്, ആ സൂര്യനെ മടക്കി വിളിച്ചതും ചന്ദ്രനെ പിളർത്തിയതുമായ സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോ നൗഷാദിന്റെ വാദപ്രകാരവും അവൻ ഇവിടെ ഉദാഹരണം നിരത്തി 2 ഉദാഹരണങ്ങളുണ്ട്. അവന്റെ വാദം എല്ലാം അങ്ങോട്ട് കൊടുത്ത് ഏൽപ്പിച്ചൊക്കെയാണ്. ഏതുപോലെ മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും കൊടുത്ത ആൾ തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കലാവോ? ഒരു വീട് കൊടുത്തതുപോലെ, ഒരു വീട് ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ആ വീടിന്റെ വാതിൽ തുറക്കലും അടക്കലും പിന്നെ വീട് കൊടുത്ത ആൾ തന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കലാവോ? ഇതിപ്പോ ഈ 2 മുകളിൽ വിട്ട 2 സംഭവങ്ങളിലും നൗഷാദിന്റെ ഉദാഹരണ പ്രകാരം ഏതുമാതിരി ആയിപ്പോ? മൊബൈൽ തന്ന ആളോട് ഈ മൊബൈൽ ഒന്ന് ഓണാക്കി തരുമോ എന്ന് ചോദിച്ച മാതിരി ആയില്ലേ? ഈ വീടിന്റെ വാതിലൊന്ന് തുറന്നു തരുമോ എന്ന് ചോദിച്ച മാതിരി ആയില്ലേ നൗഷാദെ? അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് എൻ്റെ വാദവും എൻ്റെ ഉദാഹരണമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് വിശദീകരിച്ചു കൊണ്ടാ ഇൻഷാ അള്ളാഹ് ബാക്കി പിന്നെ നമുക്ക് കാണാം.